ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ധനുഷ് ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവനിപ്പോൾ 3 വയസ്സായി. അപ്പോൾ ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, കാരണം അന്നത് സെലിബ്രേഷൻ്റെ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇതിൻ്റെ ഫോൺ മാറിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ നിന്നായിട്ട് കളക്ട് ചെയ്തെടുത്ത ഇതായിരുന്നു കേട്ടോ, ഓരോരോ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമ്മൾ മാടായി പാറക്ക് പോയിട്ട് എടുത്തതാണ്. ഈ ഒരു ഫോട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു റോഡ് സൈഡിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാടായി പാറക്കുള്ള ആ ഒരു ഇവിടുന്ന് എടുത്ത പിക്ചറാണ്. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കുറേ അധികം ഡീറ്റെയിൽസൊന്നും എനിക്ക് അപ്പം ഇതായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ്, കസ്റ്റമൈസ്ഡ് കേക്കാണ്. അപ്പം ഒരു കുട്ടി ഇതിൻ്റെ മേലെ ഉറങ്ങുന്നതായിട്ടുള്ള ഇത്. അപ്പം അങ്ങനെ കേക്കും ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ധനുഷു ആ കത്തി എന്താ പറയുക പിടിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. കണ്ടില്ലേ, അത് പിടിച്ചേറ്റാൻ വേണ്ടിയിട്ട് അവൻ മാക്സിമം കളിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഒരു കോമഡി ആയിരുന്നു ആ സമയത്തത്. അപ്പോൾ വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, കാരണം വേറെ ഒന്നുമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റിന് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് മ്യൂസിക് മ്യൂട്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ, വോയിസ് മ്യൂട്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിൻ്റെത്. ഇങ്ങനെ വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നതല്ലേ. കാരണം ഈ ഒരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് മാസങ്ങളെ ആവുന്നുള്ളൂ എന്നാണ് എൻ്റെ മൈൻഡിൽ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്നിവന് 3ാമത്തെ വയസ്സായി എന്നുള്ളത് എന്താ പറയുക, ഓർക്കുമ്പം തന്നെ ഭയങ്കരമായിട്ട്, നമ്മളിപ്പം ഡെലിവറി കഴിഞ്ഞ് വന്നതോ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാരണം അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ആ ഒരു ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതുപോലെ കേക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നുണ്ട് ചെറിയത് മാത്രം വെച്ച് കൊടുത്താൽ മതിയെന്ന്, കാരണം ഇതിൽ ഫുള്ള് എന്തൊക്കെയോ ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ കുട്ടികൾക്ക് അതൊന്നും അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഇതുപോലെ ക്ലിപ്പിങ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ എന്താ പറയുക, ഫോണ് നമ്മൾ ഇങ്ങനെ മാറ്റി വരുമ്പം എന്താ പറയുക കുറേയൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും ഇനി ഉള്ളതും കൂടെ ഞാൻ എവിടെ നിന്നൊക്കെയോ കളക്ട് ചെയ്ത് എടുത്തതാണ് ആരുടെയൊക്കെ കയ്യിൽ നിന്ന്. അപ്പം ഇനിയും ഇത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ യൂട്യൂബ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ അച്ഛനും എല്ലാവരും കൂടെ ദേവിക്കൊക്കെ കൂടിയിട്ട് കേക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മക്ക് വരാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ സിസ്റ്ററിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായത്. അപ്പോൾ അമ്മയും സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരൊരു ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനും മോനും ആണ് വന്നത്. അപ്പോൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തതൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അവരൊക്കെ എന്തോ സ്വർണം ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൈവളയാണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കത് ഓർമ്മയില്ല. നല്ലൊരു കേക്കായിരുന്നു കേട്ടോ. തളിപ്പറമ്പിൽ നിന്നാണ് നമ്മളിത് മേടിച്ചിട്ടുണ്ടായത്. നല്ല ഭംഗിയുള്ളൊരു കേക്കാണ്, കസ്റ്റമൈസ് ചെയ്ത് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.